ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ ശ്രീ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിപ്രായം ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ചു. അത് സീരിയലുകളുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് പല സീരിയലുകളും വളരെ നല്ലതല്ലാത്ത പ്രവണതകൾ സൃഷ്ടിക്കുവാൻ കാരണമാകുന്നു എന്നാണ് ഒരു സീരിയൽ താരം എന്ന രീതിയിൽ ആ അഭിപ്രായത്തോടുള്ള ദീപൻ്റെ പ്രതികരണം ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയെക്കുറിച്ച് പറയുന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രതികരിക്കണമെന്ന് തന്നെ ഉണ്ട്. സാർ ചോദിച്ച ആ ചോദ്യത്തിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പറഞ്ഞ രീതിയാണ് വളരെ മോശമായി പോയത്. മോശമായി ഇൻ ദ സെൻസ് എല്ലാവർക്കും പല സീരിയൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി. ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അസോസിയേഷൻ ആത്മയിലെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആത്മ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പലർക്കും ഇത് പറഞ്ഞ് കേൾക്കുന്ന ആൾക്ക്, സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ സീരിയലിനെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ അതിനെ പരിപോഷിക്കുന്ന രീതിയിലുള്ള കമൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ അറിയാത്ത കുറേ പിന്നാമ്പുറം കാര്യങ്ങളുണ്ട്. ഒരു ചാനൽ ഉണ്ടാകുമ്പോഴും ഒരു ചാനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം പോകുന്ന സീരിയൽസാണ്. ഒരു 10 സീരിയൽസ് പുതിയത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങളിലാണ് ജോലി ഉണ്ടാകുന്നത്. അതാണ് മെയിൻ കാര്യം. പല ആൾക്കാരുടെ അതിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വരെ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് സീരിയൽ എന്ന് പറയുന്നത്. പക്ഷേ അതിന് ആ പറഞ്ഞ രീതി, ആ ഒരു തൊഴിലിടത്തിനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ ആ തൊഴിൽ മേഖല സീരിയലിനെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് തീർച്ചയായിട്ടും വിഷമമാണ്. അതായത് ആശയമല്ല ശ്രീ പ്രേംകുമാർ പ്രതികരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളോടുള്ള അതെ 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 ഈ പറഞ്ഞതുപോലെ സെൻസറിങ് ഇപ്പോൾ എല്ലാത്തിനും വേണം. സെൻസറിങ് അവിടെ നിൽക്കട്ടെ. സെൻസറിങ് എന്നുള്ള പ്രയോഗത്തിനോട് വ്യക്തിപരമായി ഞാനെന്ന കലാകാരൻ ഒന്നിനും സെൻസറിങ് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ യാതൊരു തരത്തിലുള്ള കത്രികകളും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് ശരി. പക്ഷേ മറുവശമുണ്ട്. അത് ടെലിവിഷൻ എന്ന മാധ്യമത്തിന് മറ്റേതൊരു മാധ്യമത്തെയും മറ്റേതൊരു കലാരൂപത്തെയും പോലെ ഒരു സാമൂഹിക ധർമ്മം കൂടിയുണ്ട്. പരമ്പരകളുടെ ആധിക്യമോ പരമ്പരകളുടെ സ്വഭാവത്തിലുള്ള രീതികളോ അതിപ്രസരമോ ഒക്കെ ഒരു സാമൂഹ്യ പുനർനിർമ്മാണം എന്ന ധർമ്മത്തിൽ നിന്നും ടെലിവിഷൻ എന്ന മാധ്യമം വ്യതിചലിക്കുവാനും കേവലം ഉപരിതല സ്പർശി മാത്രമായ വൈകാരിക വിനോദമായി ടെലിവിഷൻ പരിണമിക്കാനും കാരണമായിട്ടുണ്ട് എന്നുള്ള ആശയം യോജിക്കാതിരിക്കാൻ എനിക്ക് വ്യക്തിപരമായി നിർവാഹമില്ല. ഞാനതിനോട് യോജിക്കുന്നു. പഴയ കാലങ്ങളിലെ സോപ്പ് ഓപ്പറ എന്നുള്ള ടേമാണ് ഫിക്ഷൻസ് അല്ലെങ്കിൽ പൾപ്പ് എന്നൊക്കെ പറയാൻ പഴയ കാലങ്ങളിൽ പറഞ്ഞിരുന്ന സോപ്പ് ഓപ്പറാസ് എന്നൊക്കെ പറയുന്നൊരു കാലം. ടെലിവിഷൻ എന്നത് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ മറ്റൊരുപാട് സാമൂഹ്യ ധർമ്മങ്ങളുടെ കൂടി ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ വലിയൊരു സമയവും പരമ്പരകൾക്ക്, ഫിക്ഷന്, ഉപരിതല സ്പർശിയായ സൂപ്പർഫിഷ്യൽ ഫിക്ഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ സാമൂഹ്യ ധർമ്മം നിർവഹിക്കുവാനുള്ള സമയം സത്യത്തിൽ ടെലിവിഷൻ എന്ന മാധ്യമത്തിന് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക്. സാറ് പറഞ്ഞതുപോലെ പഴയ ആ ഒരു ഇറ മാറി. ശരിക്കും അടുക്കള കഥകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറിയിട്ട് ഒരുപാട് പുതിയ കഥകളും കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സീരിയൽസ് ഒരുപാട് ചാനലുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ഈവൻ ആർട്ടിസ്റ്റുകൾ പോലും, നമ്മൾ പോലും പറയുന്ന ഡയലോഗ്സിൽ നമ്മൾ കൺസേൺ ആകും. മോശമായിട്ടുള്ളൊരു വാക്ക്, കാരണം നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററോ നമ്മുടെ ഫാമിലിയോ ഒക്കെ ഇരുന്ന് കാണുന്നതാണെന്നുള്ളൊരു കൺസേൺ നമുക്ക് എല്ലാവർക്കും, ആർട്ടിസ്റ്റുകൾക്ക് തന്നെ ഉണ്ട്. ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രാഫ്റ്റ് മാൻ ആയി കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ എഴുതുന്ന റൈറ്റർക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു സമയം അങ്ങനെയെങ്കിലും ചിലപ്പോഴൊക്കെ സ്ത്രീ വിരുദ്ധതയും പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ്സും ഒക്കെ പരമ്പരകളിൽ കടന്നുകൂടാറുണ്ടെന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. പക്ഷെ താങ്കൾ ഈ പറഞ്ഞതുപോലെ സെൻസറിങ് എന്നുള്ള പ്രയോഗത്തിനോട് എനിക്കും യോജിപ്പില്ല. ആവിഷ്കാരവും ആശയവും അതിരുകൾ കൽപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്ക്. മാത്രമല്ല, ഞാനും താങ്കളും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്ന ഇടത്തല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കുകയും എൻ്റെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ അങ്ങേയറ്റം വാദിക്കുകയും താങ്കളുടെ അഭിപ്രായത്തിന് വേണ്ടി താങ്കൾ അങ്ങേയറ്റം വാദിക്കുകയും, എന്നാൽ അതിനു വേണ്ടിയുള്ള താങ്കളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് കൃത്യമായ ഒരു സാംസ്കാരിക മുന്നേറ്റമാവുന്നത്.